everyone. അങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് രാത്രി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം തന്നെ ബി ലെവലിലേക്കാണ് പോയത്. എന്ത് വാങ്ങണമെന്നുള്ള കൺഫ്യൂഷൻ കാരണം നമ്മൾ അവിടെ നിന്ന ആളോട് തന്നെയാണ് സജഷൻ ചോദിച്ചത്. هذه تحت سويت ചോക്ലേറ്റ് ولا لا شنو ايش അങ്ങനെ പുള്ളിയുടെ സജഷൻ അനുസരിച്ച് കഷ്തത്ത മാംഗോ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഡെസേർട്ടൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് മുറൂജിലോട്ടായിരുന്നു. സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണിത്. നമ്മൾ നടന്നു പോകുന്ന പാത്വേയുടെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഹോഴ്സ് റൈഡിങ് ട്രാക്കും കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ വാക്ക്വേയിലിരുന്ന് മാംഗോ ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വാക്കിങ്ങിന് ഇറങ്ങി. നല്ല ആംബിയൻസ് ഉള്ള ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് അവിടെ. നല്ല വാട്ടർ ഫൗണ്ടെയിനും ഇടയ്ക്കൂടി നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കുട്ടികളുടെ പ്ലേ ഏരിയയിലോട്ടായിരുന്നു. കുട്ടികളുമായിട്ട് വരുന്നവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണിത്. അവിടെ നല്ല ഗെയിമിങ് ഏരിയാസും പിന്നെ പ്ലേ ഏരിയാസും ടോയ് കാസും ബസ്സും അങ്ങനെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.